കോവിലങ്ങളിലത്തെ മാമ്പഴ പുളിശ്ശേരി പറയാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും. അതിനകത്തേക്ക് നല്ലപോലെ ശർക്കര പാനി അങ്ങോട്ട് ഒഴിക്കും. ശർക്കര പാനിയും ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. അപ്പോൾ ആ നെയ്യിൻ്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട്. എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, കുറച്ച് തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും മാത്രം. ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത്. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കോമ്പിനേഷൻ. ഇത് നന്നായിട്ട് അരയ്ക്കുക. ഈ മാമ്പഴത്തിൻ്റെ ഈ കുറുക്കി വെച്ചിട്ടില്ല അതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക്, മുളക്, ഉലുവ നെയ്യിൽ തന്നെ വറക്കണം. വെളിച്ചെണ്ണയിലൊന്നും വറക്കരുത്. വെളിച്ചെണ്ണ ആർക്കും വേണ്ടാത്ത കരിവേപ്പില, ആർക്കും വേണ്ടാത്ത കരിവേപ്പില ഒരു അടിയും കൂടെ വെച്ചേരും. നല്ല കുറുക്കുകാളം പോലെ ഇരിക്കണം. കുറുകിയ പോലെ ഇരിക്കും. ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറുകിയ പോലെ. അന്ന് കട്ടിക്ക് അങ്ങനെ പുഴുക്ക് പോലെ ആക്കരുത്. ഒത്തിരി ലൂസായിട്ട്.